ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം ഇത് വാഹനം ഓടിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കണം, പണി കിട്ടാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങൾ സ്വന്തമായിട്ടൊരു വാഹനം ഓടിക്കുകയാണ്. ഞാൻ പലപ്പോഴും പല വീഡിയോസിലും പറയുന്നത് പോലെ വാഹനത്തിൽ ഏതെങ്കിലും ഒരു വാർണിംഗ് ലൈറ്റ് കാണിക്കുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അതായത് പ്രത്യേകിച്ച് റെഡ് വാർണിംഗ് ലൈറ്റ് കാണിക്കുമ്പോഴത്തേക്കും ഒരു കാരണവശാലും വാഹനം ഓടിക്കരുത്, വാഹനം സൈഡിൽ ഒതുക്കണം. പക്ഷേ ഈ റെഡ് വാർണിംഗ് ലൈറ്റ് ഏതെങ്കിലും ഒരു സെൻസർ കംപ്ലൈൻറ്റ് വന്നതാണെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ടോ? ഇതാണ് ശരിക്കും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നൊരു വിഷയം. അതായത് നമ്മുടെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വാഹനം ഓവർ ഹീറ്റിൻ്റെ ഒരു സൈൻ കാണിച്ചു. അതായത് ഓവർ ഹീറ്റ്, വാഹനത്തിൻ്റെ എഞ്ചിൻ ഓവറായിട്ട് ഹീറ്റ് ആകുന്നു എന്നുള്ളതിൻ്റെ ഒരു വാർണിംഗ് ലൈറ്റ് കാണിച്ചു. നമ്മൾ ഈ കാണുന്ന ഒരു വാർണിംഗ് ലൈറ്റ് കാണിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം വാർണിംഗ് ലൈറ്റ് ഇല്ലാത്ത വാഹനമാണെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ ഗേജും ആയിരിക്കും. ടെമ്പറേച്ചർ ഗേജ് സെൻറ്ററിൽ നിൽക്കുന്നതിന് പകരം, അതായത് സീലും ഹെച്ചിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്നത്, അതായത് സെൻട്രൽ പോർഷനിൽ നിൽക്കുന്നതിന് പകരം ഹെച്ച് വരെ, അതായത് ഹൈ വരെ പോവുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? അതായത് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ടെമ്പറേച്ചർ ഗേജ് കാണിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ AC-യും കട്ട് ഓഫ് ആയി. സിമ്പിളായിട്ട് ഇത് കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും വാഹനം ഓവർ ഹീറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓവർ ഹീറ്റ് കാണിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇത് പല കാരണങ്ങൾ കൊണ്ടുവരാം. റേഡിയേറ്ററിൻ്റെ ഹോസ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ, റേഡിയേറ്റർ പൊട്ടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ AC-യുടെ അല്ലെങ്കിൽ റേഡിയേറ്ററിൻ്റെ ഫാൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് പൊതുവെ ഈ പറഞ്ഞൊരു പ്രശ്നം വരുന്നത്. പക്ഷേ ഇതൊന്നും അല്ലാതെ ഒരു ചെറിയൊരു കാര്യം കൂടെ അവിടെയുണ്ട്. നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ കൂളൻ്റ് ടെമ്പറേച്ചർ, അതായത് ECT എന്ന് പറയുന്ന ഒരു സെൻസറിന് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ വാഹനത്തിൻ്റെ ടെമ്പറേച്ചർ മിസ്അലൈൻഡ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ടെമ്പറേച്ചർ സെൻസർ തെറ്റായൊരു റീഡിംഗ് ആണ് നമ്മുടെ ECM-ലോട്ട് കൊടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വാഹനം സെൻസ് ചെയ്തെടുക്കുന്ന എന്താണ്? വാഹനം ഓവർ ഹീറ്റായി. അങ്ങനെയാണ് AC-ലോട്ടുള്ളത് കട്ട് ഓഫ് ആക്കും, നമ്മുടെ ടെമ്പറേച്ചർ ഗേജിലോട്ട് ഓവർ ഹീറ്റ് എന്നുള്ളതിൻ്റെ ഇത് കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? ശരിക്കും നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ വാഹനത്തിൽ എന്തോ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുണ്ട്. ഉടനെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിച്ച് അവർ പറയുന്നു, ഓ ഭയങ്കര പണിയാണ്, ഇത് ഫുള്ള് നമ്മൾ റേഡിയേറ്ററിൻ്റെ ഒക്കെ പ്രശ്നമാണ്, റേഡിയേറ്റർ കൂളൻ്റ് പോയി അങ്ങനെ ഇപ്പോഴേ മറിച്ചതാന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒരു പക്ഷേ അവർ കൂടുതൽ റേറ്റ് പറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരക്കില്ലാത്തൊരു വ്യക്തിയാണ്, സമയമുള്ളൊരു വ്യക്തിയാണ്. നമുക്ക് ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെക്ക് ചെയ്താൽ മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. അതായത് വാഹനം ഇതുപോലെ ഒരു തവണ ഓവർ ഹീറ്റ് കാണിച്ചാൽ വാഹനം സൈഡിലോട്ട് ഒതുക്കി നിർത്തുക, വാഹനത്തിൻ്റെ ബോണറ്റ് ഒന്ന് തുറന്നു നോക്കുക. ബോണറ്റ് തുറന്നു നോക്കുന്ന സമയത്ത് ഓവർ ഹീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ സാധിക്കും വാഹനത്തിൻ്റെ എൻജിൻ സൈഡിൽ നിന്ന് വരുന്നൊരു ഹീറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഹീറ്റ് ആയിരിക്കത്തില്ല, നല്ല ഹീറ്റായിരിക്കും വാഹനത്തിൻ്റെ ബോണറ്റ് തുറക്കുമ്പോഴേക്കും വരുന്നത്. ഇപ്പോൾ അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മനസ്സിലൊരു സമാധാനം വരാം. അതായത് ഇത് വേറെ ഇഷ്യൂസ് ഒന്നും കാണത്തില്ല. എന്നാലും ഉടനെ ഒന്നും നമ്മൾ നോക്കരുത്. കുറച്ച് നേരം വാഹനം സൈഡിൽ തന്നെ ഒതുക്കിയിട്ടേക്കുക. ഏകദേശം 1 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ 1.5 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് വാഹനം അങ്ങനെ ഒതുക്കി നിർത്തുക. നിർത്തിയതിന് ശേഷം വാഹനത്തിൻ്റെ റേഡിയേറ്റർ ക്യാപ്പ് ഒന്ന് തുറന്നു നോക്കുക. പക്ഷേ ഞാൻ ഈ പറഞ്ഞൊരു കാര്യം തണുത്തു എന്നുറപ്പുള്ളപ്പം മാത്രം നിങ്ങൾ തുറന്നു നോക്കാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ടെൻഷൻ എടുക്കുക, റിസ്ക് എടുക്കാൻ മേലെന്നുണ്ടെങ്കിൽ അടുത്തുള്ള വർക്ക്ഷോപ്പിലുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തുക, അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ നിന്ന് വിളിച്ചു വരുത്തി ചെക്ക് ചെയ്യുക. കാരണം ഓടിച്ചുകൊണ്ട് കൊണ്ടുപോരുന്ന ഞാൻ പറയത്തുള്ളൂ. ഓടിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഹെഡ് ഗ്യാസ്കറ്റോ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് വരും നമുക്കത് നന്നാക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ വാഹനത്തിൻ്റെ റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് തുറന്നു നോക്കി. റേഡിയേറ്റർ ക്യാപ്പ് തുറന്നു നോക്കിയപ്പോൾ റേഡിയേറ്ററിനകത്ത് കൂളൻ്റ് ഉണ്ട്. ഇത് കൂളൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ റേഡിയേറ്റർ ക്യാപ്പ് ക്ലോസ് ചെയ്യുക. ജസ്റ്റ് എഞ്ചിൻ ഓയിലിൻ്റെ സ്റ്റിക്ക് എടുക്കുക, ജസ്റ്റ് നമ്മുടെ കയ്യിലോട്ടൊന്ന് തൂത്ത് നോക്കുക. നോക്കുന്ന സമയത്ത് എഞ്ചിൻ ഓയിൽ തന്നെയാണ്, അതിനകത്ത് വേറെ വെളുത്ത കളറോ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് എഞ്ചിൻ ഓയിലോ കാര്യങ്ങളൊന്നും മിക്സ് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ തിരിച്ച് എഞ്ചിൻ ഓയിലിൻ്റെ ഡിപ്സ്റ്റിക്കും അതിനകത്തോട്ട് ഇടുക. അതിനുശേഷം നമ്മുടെ റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് ഫുള്ളായിട്ട് ക്ലോസ് ആയെന്ന് ഉറപ്പ് വരുത്തുക. ടൈറ്റ് ആയോ എന്ന് ഒന്നുകൂടെ ഒന്ന് പിടിച്ച് നോക്കുക. അതിനുശേഷം വാഹനത്തിൽ കയറി വാഹനം സ്റ്റാർട്ട് ചെയ്യുക, AC ഓൺ ചെയ്യുക, റേഡിയേറ്റർ ഫാൻ കറങ്ങുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ റേഡിയേറ്ററിൻ്റെ ഫാൻ, അല്ലെങ്കിൽ ചില വാഹനങ്ങൾക്ക് റേഡിയേറ്ററിനായിരിക്കത്തില്ല, കണ്ടൻസറിന് സെപ്പറേറ്റ് ഒരു ഫാൻ വരും. 2 മോഡൽസ്, 2 ടൈപ്പ് ഫാൻ വരുന്ന മോഡൽസ് ആണെങ്കിൽ കണ്ടൻസറിൻ്റെ ഫാൻ കറങ്ങുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി ഒറ്റ ഫാൻ വരുന്ന മോഡലാണെങ്കിൽ റേഡിയേറ്ററിൻ്റെ ഫാൻ കറങ്ങുന്നുണ്ടോ എന്ന് നോക്കുക. ഫാൻ കറങ്ങുന്നുണ്ട്, AC ഓണായി, എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും വാഹനം ഓടിക്കാം. വാഹനം ഓടിച്ച് പോകുന്ന സമയത്ത് പിന്നെയും ഇതുപോലെ കാണിക്കുകയാണെങ്കിൽ കൂളൻ്റ് പ്രശ്നമില്ല, ഇത് പ്രശ്നമില്ല, ഫാനും കറങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ വരാൻ സാധ്യതയുള്ളതാണ് ECT, ഞാൻ ഈ പറഞ്ഞ എൻജിൻ കൂളൻ്റ് ടെമ്പറേച്ചറിൻ്റെ സെൻസറിൻ്റെ പ്രശ്നം. അങ്ങനെ ആ സെൻസറിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി നേരെ ഷോറൂമിൽ കാണിക്കാം, അവരോട് ചോദിക്കാം എന്താണ് പ്രശ്നമെന്ന് ചോദിക്കാം. അവർ തന്നെ ചെക്ക് ചെയ്ത് നോക്കട്ടെ. അവരെന്നിട്ട് ചെക്ക് ചെയ്തിട്ട് പറയും ഇന്ന സെൻസറിൻ്റെ പ്രശ്നമാണ്, സെൻസർ മാറിക്കഴിഞ്ഞാൽ ഓക്കെ ആകും. ഇൻ കേസ് അവരതല്ല പറയുന്നത്, വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അവരോട് അത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് തിരിച്ച്
തിരിച്ച് അങ്ങോട്ട് ചോദിക്കാനും സാധിക്കും. നമുക്ക് ഇത്രയും കാര്യങ്ങൾ, കാരണം ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഒരു പ്രൂഫ് ഇരിപ്പുണ്ട്, അപ്പോൾ അത് വെച്ച് നമുക്ക് അവരോട് സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊരു മെയിൻ കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചോണം. പക്ഷേ വേറൊരു കാര്യം കൂടെ ഉണ്ട്, പെട്ടെന്ന് സംഭവിക്കുന്നല്ല, എന്നാൽ സംഭവിക്കാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ് റേഡിയേറ്റർ ബ്ലോക്ക് ആയി പോവുക. അങ്ങനെ റേഡിയേറ്റർ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സെയിം ഇഷ്യൂ കാണിക്കും. റേഡിയേറ്ററിനകത്തോട്ട് കൂളൻ്റെ സർക്കുലേഷൻ നടക്കുന്നില്ല. പക്ഷേ അത് പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സംഭവിക്കുന്നല്ല, ഗ്രാജുവൽ ആയിട്ട് സംഭവിക്കത്തുള്ളൂ. അതും പ്രത്യേകിച്ച് നമ്മളൊരു ലോങ് ഒക്കെ ഓടി കഴിയുമ്പോഴത്തേക്കും കൂളൻ്റോ കാര്യങ്ങളൊന്നും നിങ്ങൾ കൃത്യമായിട്ട് മാറി വിടുന്നൊരു വ്യക്തി അല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ റേഡിയേറ്റർ ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ റേഡിയേറ്ററൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ റേഡിയേറ്റർ മാറി വിടേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് കഴിവതും കൃത്യമായിട്ടുള്ള രീതിക്ക് കൂളൻ്റെ കാര്യങ്ങളൊക്കെ മാറി വിട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ വാഹനത്തിൻ്റെ റേഡിയേറ്റർ ബ്ലോക്ക് ആകുന്നത് ആയിരിക്കത്തില്ല.